ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും ഒരു പൊതിച്ചോറുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. മോൾക്ക് പൊതിച്ചോറ് വേണമെന്ന് നിർബന്ധം കേട്ടോ. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തട്ടിക്കൂട്ടി കേട്ടോ. നല്ല മീൻ പൊരിച്ചതുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ അതിനുശേഷം നമ്മൾ ചീരയാണ് കേട്ടോ തോരൻ വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല ചീരയായിരുന്നു കേട്ടോ, പച്ച കളർ ചീരയായിരുന്നു. പിന്നെ നാരങ്ങ അച്ചാറ്, മുട്ട പൊരിച്ചതുമുണ്ട്, പിന്നെ ചോറും. അപ്പോൾ നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള പൊതി കെട്ടാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്, അടിക്ക് പേപ്പറും വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ആ ഇലയ്ക്കകത്തോട്ട് ചോറിടാൻ പോവുകയാണ്. അപ്പം മോനിക്ക് ഇതിനോട് ഇഷ്ടമില്ല, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോഴാകുമ്പോൾ തോനിയും ചോറും കഴിക്കും ഗൈസ്. അങ്ങനെ ചോറ് തട്ടി. പിന്നെ അതിന് നമ്മൾ ചോറ് നല്ല കണക്ക് കൂന കൂട്ടി പോലെ വയ്ക്കും. അതിന് ശേഷം നമ്മൾ ചമ്മന്തിയാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ അതിന് ശേഷം നല്ല പച്ച ചീരയാണ് കേട്ടോ തോരൻ വെച്ചത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങ് കഴിച്ചോളും. പിന്നീട് നമ്മൾ നല്ലൊരു മീൻ പൊരിച്ച മതി അവൾക്ക്. പിന്നെ അതിന് ശേഷം നമ്മൾ നാരങ്ങ അച്ചാർ വെച്ചു ഗൈസ്. 2-3 നാരങ്ങയുടെ കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മുട്ട പ്ലെയിനായിട്ട് പൊരിച്ച മുട്ടയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയായാൽ നമ്മുടെ പൊതിച്ചോറിനുള്ള സാധനങ്ങളെല്ലാം റെഡിയായി സെറ്റായി. പിന്നെ ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ. നല്ല രീതിക്ക് നമ്മൾ വാഴയിലേക്കകത്ത് പൊതിഞ്ഞൊതുക്കി നമ്മൾ കെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൊതിച്ചോറും വെള്ളവും എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ സ്നാക്സിന് എന്തെങ്കിലും കൊടുത്തു വിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഓറിയോയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പം അടിപൊളി ഓറിയോയുടെ ബിസ്ക്കറ്റും ചോറും വെള്ളവും എല്ലാം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതമാണ് ഓർമ്മ വരുന്നത് ഗൈസ്. അങ്ങനെ 2 പേരും പോകാനായിട്ട് ഇറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.